മക്കൾ വായിക്കുക. ജുൻ, അതെ. പിന്നെ അതെ, ഹൂ. പിന്നെ ജ, ശേഷം ദ, അതിനുശേഷം ജ, ബ, അ, പിന്നീട് ഹ, അതിനുശേഷം സ, പിന്നെയോ ബുൻ, അതിനുശേഷം ഇ, പിന്നെ ദ്, അവസാനമായി തുൻ. ഈ അക്ഷരങ്ങൾ ചേർത്ത് നമുക്ക് വാക്ക് നിർമ്മിക്കാം. ആദ്യമായൊരു വാക്ക് ഞാൻ നിർമ്മിക്കുന്നു. ഇതിൽ നിന്ന് ദ കണ്ടോ മക്കൾ? ദ, ദ, ദൽവിലെ ദ. അതെ, ഞാൻ ആ ദ എടുത്തു, ദ. ഇനി അതിൽ നിന്ന് കണ്ടോ മക്കൾ? അതെ, ആ എടുത്തു. ഇപ്പോൾ എന്തായി? ദ, ദ. ഇനി അതിൽ ബുൻ എന്നുണ്ട്. ഏതാണ്? അതെ, ബുൻ. കണ്ടോ? ഇപ്പോൾ ഒരു വാക്കായി ദ ബുൻ. മനസ്സിലായോ? ഇതുപോലെ ആ കള്ളികളിൽ നിന്ന് ഓരോ അക്ഷരമെടുത്ത് മക്കൾ വാക്കുകൾ നിർമ്മിച്ച് എഴുതണം. ഇനി അതിനു താഴെ എന്താണ് കാണുന്നത്? അതെ, 2 ദാലുണ്ട്. അതിന് നമുക്ക് കളർ കൊടുക്കണം. ഇവിടെ നിന്നാണ് കളർ കൊടുക്കാൻ തുടങ്ങേണ്ടത്. വേറെ ഒരു രൂപം, അതിന് നമുക്ക് കളർ കൊടുക്കാം. എവിടെ നിന്ന് തുടങ്ങും? ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. കളർ കൊടുത്തു. ഇനി ആ വരയിലൂടെ തന്നെയാണ് താഴോട്ട് വരേണ്ടത്. അതിനുശേഷം ഇടത്തോട്ട് ഇതുപോലെ കളർ കൊടുക്കണം. കണ്ടോ മക്കൾ? ബോർഡിൽ നോക്കിയാട്ടെ, 3 വാക്കുകൾ കണ്ടോ? അദബുൻ, ദബുൻ, ജദ്ബുൻ. 3 വാക്കുണ്ട്. ഇതിൽ 3ലും ദാലുണ്ടല്ലോ. ഇതിൽ ദാലുണ്ട്, ഇതിലും ദാലുണ്ട്, ഇതിലും ദാലുണ്ട്. മനസ്സിലായോ? എന്നാൽ നമുക്ക് ഒരു പാട്ട് പാടാം. ദാലിനു ശേഷം വന്നൊരു ഹർഫിനെ ദാലിൽ ചേർത്തെഴുതാറില്ല. ദാലിനു ശേഷം വന്നൊരു ഹർഫിനെ ദാലിൽ ചേർത്തെഴുതാറില്ല. അദബുൻ, ദഅബുൻ, ജദ്ബുൻ നോക്കുക, ദാലിൽ ചേർത്തെഴുതിയിട്ടില്ല. ഏറ്റവും മുകളിൽ എന്താണ് എഴുതിയത്? നക്തുബ്, നക്തുബ്. നമുക്ക് എഴുതാം. എന്താണ് എഴുതേണ്ടത്? അതിൻ്റെ താഴെ 1, 2, 3, 4 വാക്കുകളുണ്ട്. എന്താണ് ഒന്നാമത്തെ വാക്ക്? അതെ,
ഹദ്ബുൻ. പറയൂ മക്കൾ, ഹദ്ബുൻ. ഇനി ഹദ്ബുൻ എന്ന് എഴുതണം. എവിടെ എഴുതണം? അതിന് താഴെ 1 എന്ന അക്കം കണ്ടില്ലേ? അതെ, എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വരയിലാണ് ഞാൻ എഴുതുന്നത്. എന്തു വായിക്കും? ഹ. ഹദ്. ബുൻ. ഹദ് ബുൻ. മക്കൾ എഴുതുക. 1 എന്നതിൻ്റെ നേരെ ഹദ്ബുൻ. ഭംഗിയായി എഴുതണം. ഇനി അടുത്ത വാക്ക് എന്താണ്? അതെ, ബദഅ. ബദഅ. ബ ദ അ. കണ്ടില്ലേ? ബ ദ അ. ഇതുപോലെ ആ 1ൻ്റെ നേരത്തെ ഹദ്ബുൻ എന്ന് എഴുതിയില്ലേ, അതിൻ്റെ നേരെ എഴുതുക. ബദഅ. എഴുതിയില്ലേ? ഇനി അടുത്ത വാക്ക് എന്താണ്? തജിദു. തജിദു. ഞാൻ ഇവിടെ എഴുതാം. ദു. തജിദു. കണ്ടില്ലേ? ഇങ്ങനെ എഴുതും. എഴുതുക നമ്മുടെ കിതാബിൽ നേരത്തെ ബദഅ എഴുതിയതിൻ്റെ ശേഷം. ഇനി അതിൽ അവസാനത്തെ കള്ളിയിലുള്ള വാക്ക് എന്തു വായിക്കും? അദബുൻ. അ ദ ബുൻ. അദബുൻ. അദബുൻ. കിതാബിൽ എഴുതുക.